സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം കടുക്കുകയായിരുന്നു. പൂക്കോട് സർവകലാശാലയിലേക്കുള്ള കോൺഗ്രസ് ലീഗ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസിനെ മറികടന്ന് ക്യാമ്പസിലേക്ക് തള്ളിക്കയറിയ MLA-മാർ അടങ്ങിയ സംഘം ആൾക്കൂട്ട വിചാരണ നടന്ന ഹോസ്റ്റലിലുമെത്തി. സിദ്ധാർത്ഥനെ കോളേജ് പരിസരത്ത് 4 ഇടങ്ങളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കോളേജ് പരിസരത്തെ 4 ഇടങ്ങളിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന നാടകീയതയ്ക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് MLA-മാരെ ഉൾപ്പെടെ ഹോസ്റ്റലിനകത്ത് പ്രവേശിപ്പിച്ചത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൻ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ വെച്ച് കോൺഗ്രസ് മാർച്ച് ആദ്യം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ചതോടെ കല്ലേറുമുണ്ടായി. സിദ്ധാർത്ഥിനെ ഇടിമുറിക്കകത്ത് മർദ്ദിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൊട്ടു പിന്നാലെ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തി. തുടർന്ന് ടി മുഹമ്മദ് ബഷീർ MP, MLA-മാരായ ടി സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘം ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റലിൽ പ്രവേശിച്ച് സിദ്ധാർത്ഥന്റെ മുറിയും സിദ്ധാർത്ഥ് തൂങ്ങിമരിച്ച ശുചിമുറിയും സന്ദർശിച്ചു. ഹോസ്റ്റൽ കെട്ടിടത്തിൽ മുഴുവൻ ചെഗുവേറയും അശ്ലീലവും നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ പീഡനം നടന്നത് എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ സർവകലാശാലയുടെ മെൻസ് ഹോസ്റ്റലിനും സമീപ പ്രദേശത്തും വെച്ചായിരുന്നു എന്നാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തുടരുമ്പോൾ സംഭവത്തിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനും വിജിത്തൂർക്കടവിനുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.